നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 17, 2024. നമുക്കറിയാം, ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 മത്സരം സമാപിച്ചു. ഇന്ത്യ 3-1 പരമ്പര വിജയിക്കുകയും ചെയ്തു. ഇന്നലെ നിന്നൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത് സഞ്ജു സാംസണും തിലക് വർമ്മയും നേടിയ സെഞ്ചുറികളെക്കുറിച്ചായിരുന്നു. ഓരോ പ്രാവശ്യം കളിക്കാനിറങ്ങുമ്പോഴും സഞ്ജു സാംസൺ പല റെക്കോർഡുകളുമായിട്ടാണ് ഗ്രൗണ്ടിൽ നിന്ന് കയറാറുള്ളത്. അപ്പോൾ നമുക്കറിയാം, തുടർച്ചയായി സെഞ്ചുറികൾ നേടിയതിനോടൊപ്പം തുടർച്ചയായി 0 അദ്ദേഹം നേടിയിട്ടുണ്ട്. 2 കാര്യത്തിലും അദ്ദേഹം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ 0 ഔട്ടായ ബാറ്റ്സ്മാൻമാരുടെ പേരിലുള്ള റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അതോടൊപ്പം ഇന്നലെ അദ്ദേഹം ഒരു റെക്കോർഡ് കൂടെ നേടിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ്. ഈ റെക്കോർഡിന് വേണ്ടി അദ്ദേഹം പിന്നിലാക്കിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും സൂര്യകുമാർ യാദവിനെയും ഒക്കെയാണ്. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, അടുത്ത നവംബർ 22 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 1ാം ക്രിക്കറ്റ് ടെസ്റ്റ് പെർത്തിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാറ്റ് ചെയ്യാൻ ദുഷ്കരമായ പിച്ചാണ് പെർത്തിലേത്. ഏറ്റവും കൂടുതൽ ബൗൺസും പേസുമുള്ള പിച്ചാണ് പെർത്തിലെ പിച്ച് എന്ന് പറയുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത് ശർമ്മ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പങ്കെടുക്കുന്നില്ല. അതോടൊപ്പം 2ാമത്തെ ഓപ്പണറായ ശുഭ്മാൻ ഗില്ലിനും ഇന്ന് പരിക്കേറ്റു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ തള്ളവിരലിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ചിലപ്പോൾ അഭിമന്യു ഈശ്വരനോ അതല്ലെങ്കിൽ ദേവദത്ത് പടിക്കലൊക്കെ കളിച്ചേക്കാമെന്നാണ് ഇന്ന് കണ്ടത്. അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ രഞ്ജി ട്രോഫി കുറിച്ചാണ്. നമുക്കറിയാം, കേരളവും ഹരിയാനയും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം സമനിലയിൽ അവസാനിച്ചു. 1ാം ഇന്നിങ്സ് ലീഡ് കിട്ടിയതുകൊണ്ട് കേരളത്തിന് 3 പോയിൻ്റ് ലഭിച്ചു ഈ മത്സരത്തിൽ നിന്ന്. ഇപ്പോഴും ഈ ഗ്രൂപ്പിൽ ഹരിയാന തന്നെയാണ് മുമ്പിൽ. അവർക്ക് 20 പോയിൻ്റുണ്ട്. കേരളം 18 പോയിൻ്റോടെ 2ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്തുള്ള ബംഗാളാണ്, അവർക്ക് 14 പോയിൻ്റാണുള്ളത്. മറ്റൊരു ശ്രദ്ധേയമായ മത്സരം ബംഗാളും മധ്യപ്രദേശും തമ്മിലായിരുന്നു. നമ്മുടെ ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് ഷാമി 1 വർഷത്തിന് ശേഷം ബംഗാളിന് വേണ്ടി കളിക്കാനിറങ്ങി എന്നുള്ളതാണ്, അല്ലെങ്കിൽ മത്സരിക്കാനിറങ്ങി എന്നുള്ളതായിരുന്നു ഈ മത്സരത്തിൻ്റെ പ്രത്യേകത. 1 വർഷമായി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി എവിടെയും കളിച്ചിട്ടില്ല. അദ്ദേഹം കളിച്ച ഈ മത്സരത്തിൽ നമുക്കറിയാം, ഇന്ന് ബംഗാൾ വിജയിച്ചു. 11 റൺസിന് ആണ് വിജയിച്ചത്. അവസാന ദിവസമായി ഇന്ന് മുൻ ഇന്ത്യൻ താരം വെങ്കടേഷ് അയ്യരും ശുഭൻ ശർമ്മയും കൂടി പൊരുതി നോക്കിയെങ്കിലും 11 റൺസിനിപ്പുറം അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. ഇന്നത്തെ ദിവസവും മുഹമ്മദ് ഷാമി 3 വിക്കറ്റ് കൂടെ വീഴ്ത്തി. മൊത്തം ഈ മത്സരത്തിൽ നിന്ന് 7 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് ശേഷം ഫിറ്റ്നസ്സിൽ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് BCCI നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.